ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കാദ്യം ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയല്ല. എന്തുവാ? ചായ നീ ഇടുമോ ഞാൻ ഇടുമോ? ഞാൻ ഇടും. കോഫി പോലെ അച്ഛന് ചായ ഇട്ട് കൊടുക്കും. ബ്രൂ കോഫി അത്ര വലിയ ഇഷ്ടമല്ല. അച്ഛനും ബ്രൂ കോഫി ഇഷ്ടമല്ല, ചായയാണ് ഇഷ്ടം. നമുക്ക് ചായ മതി. ഇന്നിപ്പോൾ നമ്മളിവിടെ മസാല ദോശയും തക്കാളി ചട്നിയാണോ തേങ്ങാ ചട്നിയാണോ? തക്കാളി ചട്നി ഉണ്ടാക്കാം. തക്കാളി ചട്നി ഇളക്കുന്നില്ല. മാവ് ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുക. അങ്ങനെ ചായ ഇവിടെ റെഡിയായി. അപ്പോൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മസാല ദോശയ്ക്ക് വേണ്ട 4 ഉരുളക്കിഴങ്ങും 3 ക്യാരറ്റും നമുക്ക് വേവിക്കാൻ വെക്കാം. നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇടാം. അരിഞ്ഞിടുന്നത് നന്നായിട്ട് വേവാനായിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വേവത്തില്ല. അങ്ങനെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള 3 സവാള ഞാൻ എടുക്കുന്നുണ്ട്. എനിക്കിത് അരിഞ്ഞെടുക്കാം. നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാള അരിയുന്നത് കാണത്തില്ല. ചെറിയ ചെറിയ ഇതായിട്ടാണ് അരിയുന്നത്. ഏറ്റവും ലാസ്റ്റ് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കുക്കറിൻ്റെ ആദ്യത്തെ വിസിൽ അടിച്ചു. ഇനിയൊരു 2-3 വിസിലൂടെ വേണം. കുക്കർ 5 വിസിലടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിർത്തി. എൻ്റെ ചായയും ഫിനിഷായി. സവാള അരിഞ്ഞു കഴിഞ്ഞു. ഇതിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം, പക്ഷെ എനിക്ക് പച്ചമുളക് ഇടുന്ന ഇഷ്ടമല്ല. ഭയങ്കര എരിയാവും, ഞാൻ കൂട്ടത്തില്ല. പിന്നെ എന്തിനാ വെറുതെ ഇടുന്നത്? അപ്പോൾ ഞാൻ പച്ചമുളക് ഇതിനകത്ത് ഇടുന്നില്ല. ഇനി നമുക്ക് തക്കാളി ചട്നിക്കുള്ള തക്കാളി അരിയാം. നമുക്കെല്ലാം അരിഞ്ഞ് വെക്കാം. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് വരാം. തക്കാളി ചട്നിക്കുള്ള തക്കാളിയും സവാളയും, പിന്നെ കുറച്ച് വറ്റൽമുളക്, മസാല ദോശയ്ക്കുള്ള സവാള, പിന്നെ കുക്കറിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എരിവുള്ള മുളകാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. എരിവില്ലെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. പിന്നെ സവാളയ്ക്ക് വരെ നമുക്ക് കൊച്ചുള്ളി വേണമെങ്കിലും ചേർക്കാം. നമുക്ക് ആദ്യം തന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാം. അമ്മ ഇന്ന് എവിടെ പോവാ? എൻ്റെ അമ്മയ്ക്ക് ഇന്ന് തിരുവാതിരയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റെടുത്തത്.
അതൊരു ഇന്ന് അമ്മയ്ക്ക് തിരുവാതിര മത്സരം. അതെ, എൻ്റെ അമ്മയ്ക്ക് തിരുവാതിര മത്സരമുണ്ട്. അപ്പം ഞാൻ പാവപ്പെട്ട ഞാൻ ഇത്രയും സൽസ്വഭാവ്യം തങ്കപ്പെട്ട ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. അതല്ല, തക്കാളി ചട്നിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണേ. ഇന്ന് അമ്മ കപ്പുമായിട്ട് വരും. അതെ, കപ്പുമായിട്ട് വന്നില്ലെങ്കിൽ അമ്മ വീട്ടിൽ കയറത്തില്ല കേട്ടോ. അപ്പം തക്കാളി ചട്നിക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ആദ്യം നമ്മൾ ഈ സവാളയും തക്കാളിയും വഴറ്റിയെടുക്കുക ചെയ്യുന്നു. ഇപ്പം എണ്ണ ചൂടായി നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളിയും സവാളയും ഇടുകയാണ്. അപ്പം നമ്മളിത് വഴറ്റണം. അമ്മ ഇതിൽ ഇച്ചിരി ഉപ്പിടും. മൊത്തത്തിൽ എല്ലാത്തിനും ഇട്ടേക്കാനോ? ആ, കറിക്ക് ഫുൾ ഇട്ടേരും. അപ്പം നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മാറ്റി വെച്ച വറ്റൽമുളക് കൂടെ അങ്ങിടാം. നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. തക്കാളി ഇവിടെ വഴണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞ് നമുക്ക് നിർത്താം. വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തെടുത്ത് ഞാൻ ഉടച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. തക്കാളിയൊക്കെ ഇവിടെ വഴണ്ട് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അപ്പോഴേക്ക് നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാകും. മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാൻ പോകാൻ അടുപ്പിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. ഇനി ഇതിലേക്ക് സവാളയും കരിവേപ്പിലയും നമുക്കിടാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതൊരു ബ്രൗൺ കളറായി കഴിച്ചാണ് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇടേണ്ടത്. ഇത് ഏകദേശം വഴണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഏത് മസാലപ്പൊടി വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ മുഴുവൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉടച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് തക്കാളി ചട്നി അരച്ചെടുക്കാം. തക്കാളി ചട്നിക്കുള്ള തക്കാളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കടുക് വറുത്തൊഴിക്കണം. നമുക്ക് ദോശ കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല കൂടി വെക്കാം. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുക്കാം. എങ്ങനുണ്ട്? എന്നെ കൊടുക്കുക. അമ്മ തിരുവാതിരയ്ക്ക് പോകാൻ വേണ്ടി കമ്മലൊക്കെ ഊരി. എങ്ങനെയുണ്ട്?
കഴിക്കട്ടെ. സൂപ്പറാ, നല്ല ചമ്മന്തി എങ്ങനെയുണ്ട്? ചമ്മന്തി മുക്കി, ചമ്മന്തിയിൽ മുക്കിയിട്ട് വേർത്തമ്മ. സൂപ്പറാട്ടോ. നല്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. ബൈ. മതിയാ? മതി, ഇപ്പോൾ ഒരെണ്ണം മതി. ഞാൻ വരുമ്പോഴത്തേനും വെച്ചേക്കണേ എനിക്ക്.